രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ആരോപണ കേസിൽ തുടങ്ങിയതാണ് കോൺഗ്രസിന്റെ സമീപകാലത്തെ ഏറ്റവും വലിയ നാണക്കേട്. ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവിനെതിരായ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ സൈബർ സംഘത്തിന്റെ സൈബർ ബുള്ളിയിങ്ങിന്, സൈബർ ലിഞ്ചിങ്ങിന്, സൈബർ ആക്രമണത്തിലാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാൻ സ്വന്തം പാർട്ടിയിൽ നിന്ന് ആരും രംഗത്ത് വന്നിട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം ചർച്ചയാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം തന്നെ പരസ്യ മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ സൈബർ അണികൾക്ക് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ സൈബർ തെറിവിളികൾ അത് പരസ്യപ്പോരിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം. തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നതെന്ന് പറയാനായി. നൃപൻ, ഗുഡ് മോർണിംഗ്. എന്താണ് കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് ഒരു കാലത്ത് പാലും ചോറും കൊടുത്ത് വളർത്തിയ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ സൈബർ സംഘങ്ങളുടെ ബുള്ളിയിങ്ങിന്റെ ഇരയായി മാറുകയാണോ ഇന്ന് പ്രതിപക്ഷ നേതാവ്? അതിന്റെ ചൂട് അനുഭവിക്കുകയാണോ? ആ സൈബർ തെറിവിളി ഇപ്പോൾ പരസ്യപ്പോരിലേക്ക് മാറുകയാണോ? അതിന്റെ ഭാഗമായിട്ടാണോ ആ സൈബർ സംഘങ്ങൾക്ക് ഇന്നലെ പരസ്യമായിട്ട് വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകുന്നത് കണ്ടത്? വെരി ഗുഡ് മോർണിംഗ് മനു. നേരത്തെ മനു തന്നെ മുഖവരയായി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൊച്ചിയിൽ നിന്ന് തിയോഫിൻ റിപ്പോർട്ട് ചെയ്തതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി ഇപ്പോൾ നിലവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡന കേസുമായി ബന്ധപ്പെട്ട കേസിലെ വിവരങ്ങൾ, അതിൻ്റെ ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഒരു ഭാഗത്ത് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് സംരക്ഷണ കവചമൊരുക്കാനുള്ള ഒരു ടീമിൻ്റെ പ്രവർത്തനം, അത് ആദ്യഘട്ടത്തിൽ ഈ സംഘടനാ നടപടി എടുക്കുന്നു, നേതാക്കളെല്ലാം തള്ളിപ്പറയുന്നു. ആ ഘട്ടം കടന്ന ശേഷം ഷാഫി പറമ്പിലാണ് ആദ്യമായി പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. തുടർന്നാണ് ഇക്കാര്യങ്ങളിൽ നിഷേധിച്ചുകൊണ്ട് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ മറുപടി നൽകുന്നത്. ഇതിനുശേഷം രണ്ട് വിഭാഗമായി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മാറി. അതിൽ നേരിട്ട് സൈബർ ആക്രമണത്തിന് ഈ പറയുന്ന പവർ ഗ്രൂപ്പിൻ്റെ നേരത്തെ നേതൃത്വം വഹിച്ചിരുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തന്നെ വി ഡി സതീശനുമായി തെറ്റി വലിയ തരത്തിലുള്ള അവരുടെ സൈബർ ഹാൻഡിലിൽ നിന്ന് ആക്രമണം ആരംഭിക്കുന്നു. പക്ഷേ ആ സമയത്ത് ഡയറക്റ്റ് വി ഡി സതീശന് നേരെ ആക്രമണത്തിൻ്റെ കുന്തമുന തിരിഞ്ഞിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഇരയുടെ പരിവേഷം നൽകാനുള്ള ശ്രമം, അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ച് പരാതിക്കാരില്ലല്ലോ എന്ന തരത്തിലുള്ള ന്യായീകരണം നിരത്തുന്ന ചില ചാനൽ ചർച്ചയ്ക്കൊക്കെ നിരന്തരം പോകുന്ന ചില ആൾക്കാർ, ചർച്ചാ വിദഗ്ധന്മാർ തന്നെ പരസ്യമായി PR ഏജൻസിയായി മാറി സോഷ്യൽ മീഡിയയിൽ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില യൂട്യൂബ് ചാനലുകൾ വളരെ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ അടങ്ങിയ വീഡിയോസ് ചെയ്യുന്നു. ആ ഘട്ടം അങ്ങനെയായിരുന്നു. പക്ഷേ ഇതിനൊപ്പം തന്നെയാണ് അടൂർ പ്രകാശും ഒപ്പം മുതിർന്ന നേതാക്കളായിട്ടുള്ള സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ അദ്ദേഹം സഭയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ തുടർ നടപടി കാര്യത്തിലും ഒന്ന് മയപ്പെട്ട സമീപനം സ്വീകരിക്കുന്നത്. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്ന അവസ്ഥയുണ്ടായത്. അതിനുശേഷം വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യത്തിൽ അടഞ്ഞ അധ്യായമാണ്, സംഘടന എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന ഒരു പ്രതികരണം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി. ഇതിന് ശേഷമാണ് രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ തുടങ്ങിയ നേതാക്കൾക്കെതിരെ വലിയ നേരിട്ട് തന്നെ ഈ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് വ്യക്തമായ രാഷ്ട്രീയ ആക്രമണം ആരംഭിക്കുന്നത്. മാത്രമല്ല ഈ പരസ്യം നിലപാട് സ്വീകരിച്ച മഹിളാ നേതാക്കൾക്കെതിരെ വളരെ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ മോശം പരാമർശമുണ്ടാകുന്നു. തുടർന്ന് പ്രകോപിതനായിട്ടാണ് നേരത്തെ തിയോഫിൻ റിപ്പോർട്ട് ചെയ്തതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വി ഡി സതീശൻ ശക്തമായ നിലപാട് ഇക്കാര്യം സ്വീകരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ടീമിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് മാത്രമല്ല, അദ്ദേഹം ചില വാക്കുകൾ കൂടി പ്രയോഗിച്ചു. ഏത് തരത്തിലുള്ള കൊടുങ്കാറ്റ് വന്നിരുന്നാലും ഇക്കാര്യത്തിൽ തന്നെ തളർത്താനും കഴിയില്ല. മാത്രമല്ല ഈ റീൽസ് രാഷ്ട്രീയമല്ല, റിയൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരാണ്. അത് ആ കോൺഗ്രസ് പ്രവർത്തകർ തനിക്കൊപ്പമാണ്, കോൺഗ്രസിനൊപ്പമാണ് എന്ന തരത്തിലുള്ള സന്ദേശം കൂടി ആ വെല്ലുവിളി കൂടി അദ്ദേഹം നടത്തി. ആ വെല്ലുവിളി ഉറപ്പായും രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു. ഇതിന് ശേഷമാണ് കഴിഞ്ഞ 2-3 ദിവസക്കാലമായി അതിരൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നത്. ഈ സൈബർ പോരിൽ ഇതുവരെ വി ഡി സതീശനെ സംരക്ഷിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കളൊന്നും രംഗത്ത് വന്നിട്ടില്ല. കാരണം KPCC അധ്യക്ഷൻ ഇക്കാര്യത്തിൽ വി ഡി സതീശൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല. മാത്രമല്ല വി ഡി സതീശൻ തള്ളിപ്പറഞ്ഞ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ, അങ്ങനെ ഡിജിറ്റൽ മീഡിയ വിഭാഗം ഉണ്ടോ എന്നായിരുന്നു സതീശൻ ചോദിച്ചത്. പക്ഷേ അങ്ങനെ ഒരു ഡിജിറ്റൽ വിഭാഗം ഉണ്ടെന്നും അത് KPCCയുടെ നിലവിലെ ചുമതല VT ബലറാമനാണെന്നും അദ്ദേഹം രാജിവെച്ചിട്ടില്ല എന്ന വാർത്താക്കുറിപ്പ് കൂടി KPCC അധ്യക്ഷൻ പുറത്തിറക്കി. ഇതാണ് പൂർണ്ണമായി പാർട്ടിക്കുള്ളിൽ വി ഡി സതീശൻ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയത്. അതിൻ്റെ ഒരു തുടർച്ചയായി കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം കാണാം. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ വി ഡി സതീശന് ഇനി പിന്നോട്ട് പോകാൻ കഴിയാത്ത
ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പവർ ഗ്രൂപ്പ് പൂർണ്ണമായി പൊളിഞ്ഞു. അവർ തമ്മിൽ ആഭ്യന്തരമായ യുദ്ധം ആരംഭിച്ചു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രതികരണം. ഒപ്പം തന്നെ നമുക്ക് പുതുതായി കൂട്ടിച്ചേർക്കാനുള്ളത് നിയമസഭാ സമ്മേളനം 15-ാം തീയതി ചേരാൻ പോകുകയാണ്. നിയമസഭാ സമ്മേളനം തുടങ്ങാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വരവ്, അയാളുടെ സീറ്റ്, ഇതൊക്കെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ പൊതുസമൂഹത്തിനുള്ളിൽ നടക്കുകയാണ്. നേരത്തെ നൃപൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറയുന്നത് സാധാരണ കോൺഗ്രസ് നേതാക്കളുടെ വികാരമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്നാണല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ തെമ്മാടിത്തരങ്ങളെ എതിർക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കാം? ഈ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കരുത് എന്നത് തന്നെയാണല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം അവർക്കുള്ളപ്പോൾ സഭയിലെ ഇയാളുടെ വരവിനെ പറ്റിയും അയാളുടെ സീറ്റിനെ പറ്റിയും കൃത്യമായൊരു നിലപാട് ഇതുവരെ പറയാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഒന്നുകിൽ മാങ്കൂട്ടത്തിലിനെ പേടി, അതല്ലെങ്കിൽ മറ്റെന്തോ അന്തർധാര സജീവമായി നിൽക്കുന്നുണ്ട്. തീർച്ചയായും മനു, ഈ സൈബർ പോര്, പ്രത്യേകിച്ച് സൈബർ ആക്രമണങ്ങളെ നേതാക്കൾക്ക് ഒന്നടങ്കം ഭയമാണ് എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇതിൻ്റെ തിക്താനുഭവം അനുഭവിച്ച നിരവധി നേതാക്കളുണ്ട്. അന്ന് ഇക്കാര്യങ്ങളിൽ പരാതി പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള നടപടിയും കൈവിട്ടു പോയ ഈ പറഞ്ഞ വലിയൊരു ആയുധമായി സൈബർ ആക്രമണം മാറിയിട്ടുണ്ട്. കാരണം കോൺഗ്രസ് നേരത്തെ മനു തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ഹാൻഡിലുകൾ പൂർണ്ണമായി തനിക്ക് അനുകൂലമായി തൻ്റെ റീൽസിന് വേണ്ടി, തൻ്റെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ VD സതീശൻ്റെ ഈ പവർ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വിള്ളലുണ്ടായി അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാവുന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള കയ്പ് രസവും VD സതീശൻ മനസ്സിലാക്കുന്നത്. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രനെ അവഹേളിച്ച് ഇറക്കിവിട്ടിരുന്നു. വലിയ തരത്തിലുള്ള രൂക്ഷമായ വിമർശനമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ അന്നുണ്ടായത്. തുടർന്ന് കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ജാതി അധിക്ഷേപം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ 5 തലമുറയിലുള്ളവരെ തന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിൽ വളരെ മോശം പരാമർശം ഉണ്ടാകുന്നു. രമേശ് ചെന്നിത്തലയെ നിലവിലെ പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്ന് പോയ ശേഷം അദ്ദേഹത്തിനെതിരെ ഒരു കേന്ദ്രത്തിൽ നിന്ന് വളരെ രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു. തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ശേഷം അത് ലീഡർ എന്ന പദവിയിലേക്ക് VD സതീശനെ പ്രൊമോട്ട് ചെയ്യുന്ന ക്യാമ്പയിൻ ഉണ്ടാകുന്നു. അങ്ങനെ ഈ പറഞ്ഞ മറുചേരിയിലേക്ക് രമേശ് ചെന്നിത്തലയെ പ്രതിഷ്ഠിക്കുകയും അദ്ദേഹത്തെ സൈബർ ആക്രമണം നടത്തുന്ന സ്ഥിതി ഉണ്ടാകുന്നു. പിന്നെ വനിതാ നേതാക്കൾക്കെതിരെ ആക്രമണം. അവസാനമാണ് ഈ VD സതീശനിലേക്ക് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് മനു ചോദിച്ചാൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉറച്ച നിലപാട് എടുക്കുമെന്ന് പറയുമ്പോഴും ഈ സൈബർ ആക്രമണത്തിനെ ഭയക്കുന്നുണ്ട് നേതാക്കളെല്ലാം. കാരണം കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ എന്തുകൊണ്ട് ഇത് പിന്നാക്കം പോകുന്നു? ഇപ്പോൾ സണ്ണി ജോസഫ് എന്തുകൊണ്ട് പരസ്യമായ അഭിപ്രായം പറയുന്നില്ല? അടൂർ പ്രകാശ് എന്തുകൊണ്ട് പരസ്യമായ അഭിപ്രായം പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ ഒരു ഭയം കോൺഗ്രസിനെ വല്ലാതെ കോൺഗ്രസ് ലീഡർഷിപ്പിനെ തളർത്തുന്നുണ്ട്. ഡിജിറ്റൽ മീഡിയ, ഈ പറയുന്ന കോൺഗ്രസിൻ്റെ KPCC ഡിജിറ്റൽ മീഡിയയ്ക്ക് പോലും ഇക്കാര്യങ്ങളിൽ അവർ ഒരു പ്രൊമോഷൻ നൽകുന്ന നേതാക്കളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായി മാറി. അതൊരു ഔദ്യോഗിക ഗ്രൂപ്പല്ല എന്ന് VD സതീശൻ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഡിജിറ്റൽ മീഡിയ സംവിധാനങ്ങൾ പോയ ശേഷം ഇനി തനിക്കെതിരെയാണ് അത് തിരിയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് VD സതീശൻ്റെ അക്കാര്യത്തിലുള്ള അതൊരു അഭിപ്രായം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇനി നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കണോ വേണ്ടേ എന്ന കാര്യത്തിൽ അന്ന് ഈ നടപടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നേതാക്കൾ പറഞ്ഞത് അദ്ദേഹം ഇനി കോൺഗ്രസ് ബ്ലോക്കിലില്ല. ഇനി അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല. അങ്ങനെയാണെങ്കിൽ സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച കത്ത് നൽകണം. പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളുടെ ബ്ലോക്കിലല്ല, UDFൻ്റെ ബ്ലോക്കിലല്ല എന്ന കാര്യം സ്പീക്കറെ അറിയിക്കണം. അത് സാധാരണ നിയമസഭാ സമ്മേളനം ചേരുന്നതിന് തൊട്ട് മുമ്പ് രാവിലെയാണ് സാധാരണ ഇത്തരത്തിൽ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെയല്ല. കാരണം അന്ന് തന്നെ ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരണമോ വേണ്ടയോ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. വ്യക്തിപരമായ സബ്മിഷനോ മറ്റ് നിയമസഭാ നടപടികളിൽ അദ്ദേഹം സഹകരിച്ചാൽ കോൺഗ്രസിൻ്റെ സമീപനം എന്താണ്? സർക്കാരിനെ ആക്രമിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അതേ നിലപാട് തന്നെ ഏതെങ്കിലും വിഷയത്തിൽ അദ്ദേഹത്തിന് സബ്മിഷനായോ എങ്കിലും ഏതെങ്കിലും തരത്തിൽ അടിയന്തര പ്രമേയമായോ ഒക്കെ എഴുതി നൽകാനുള്ള അധികാരമുണ്ടോ? അദ്ദേഹത്തിന് ചർച്ചയിൽ ചോദ്യോത്തരവേളയിൽ പങ്കെടുക്കാൻ കഴിയുമോ? അങ്ങനെയാണ് എങ്കിൽ അതിനെ അദ്ദേഹം പറയുന്ന വാക്കുകളെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രതിപക്ഷ നേതാവ് അടക്കം ഇത് അംഗീകരിക്കുമോ, സംരക്ഷിക്കുമോ, അതിനൊപ്പം നിൽക്കുമോ, അതിനെ തള്ളിപ്പറയും? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം UDFനോ കോൺഗ്രസിനോ എടുക്കാൻ കഴിയുന്നില്ല. ഇത് ഘടകകക്ഷി നേതാക്കൾക്കും വലിയ തരത്തിൽ അതൃപ്തിയുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ സംരക്ഷിച്ചാൽ അതും കൂടുതൽ വിനയാവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തിലുള്ള സൈബർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ ഘടകങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എടുത്ത നടപടി സംഘടന ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഒരു സർക്കാർ 10 വർഷം തികയുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികൾ ആ സർക്കാരിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് സാധാരണഗതിയിൽ. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ്? സ്വന്തം MLA
ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാണ്, അതുകൊണ്ടാണ് അയാൾക്കെതിരെ നടപടിയെടുത്തത്, അയാൾ ഒന്നാന്തരം ക്രിമിനലാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ക്യാമ്പയിൻ നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷം പോയിരിക്കുകയാണ്. ഇതുപോലെ ഗതികെട്ടൊരു പ്രതിപക്ഷം, ഇതുപോലെ നിലവാരമില്ലാത്തൊരു പ്രതിപക്ഷം ലോകത്ത് മറ്റെവിടെയെങ്കിലും കാണുമോ എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റുമോ? മനു, ഒരു സർക്കാരിൻ്റെ, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 5 വർഷം പൂർത്തിയാക്കുന്ന സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അവസാനത്തെ 1 വർഷക്കാലം എത്രമാത്രം രൂക്ഷമായ ആക്രമണമായിരിക്കും പ്രതിപക്ഷം നടത്തുക, ഒപ്പം തന്നെ ഭരണപക്ഷത്തിന് എത്രമാത്രം പ്രതികൂലമായ സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്ന കാര്യം കേരളത്തിൻ്റെ ചരിത്രമാണ്. അവസാനത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്, കടുംവെട്ടാണ്, കൊള്ളക്കാരുടെ ഗ്രൂപ്പാണ് കേരളം ഭരിക്കുന്നത് എന്ന് അന്ന് വി ഡി സതീശൻ MLA ആണ്. അന്ന് പറഞ്ഞ വാചകം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 10ാമത്തെ വർഷം പൂർത്തിയാക്കാൻ പോകുന്ന ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഈ ഓണക്കാലത്ത് കേരളം ചർച്ച ചെയ്തതാണ് ഈ പറഞ്ഞ ക്ഷേമ പെൻഷനുകൾ, വികസനത്തിൻ്റെ കാര്യത്തിൽ, വൻകിട പദ്ധതിയുടെ കാര്യത്തിലൊക്കെ തന്നെ ഏറ്റവും ശോഭയോടുകൂടി തന്നെ ഒരു സർക്കാർ നിൽക്കുന്നു. ആ സർക്കാരിനെ സംബന്ധിച്ച വിമർശനങ്ങളെ അത് ഉൾക്കൊള്ളുകയും അത് തിരുത്താനും സർക്കാരും മുഖ്യമന്ത്രിയും തയ്യാറാകുന്നു. ആ തരത്തിലുള്ള രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ സ്ഥിതിയോ, പ്രതിപക്ഷമാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വിമർശനത്തിന് വേദിയാകുന്ന തരത്തിലേക്ക് പ്രതിരോധത്തിലാവുന്ന കാഴ്ചയാണ്. 12 ദിവസക്കാലം മാത്രമാണ് ഈ വരുന്ന നിയമസഭാ സമ്മേളനം ഉള്ളത്. പക്ഷേ അവസാനം ഉപയോഗിക്കാനും കഴിയുന്ന ഏറ്റവും രാഷ്ട്രീയപരമായി സഭയ്ക്കുള്ളിലെങ്കിലും ഒരു പ്രതിരോധം തീർക്കാൻ, ഒരു തരത്തിലെങ്കിലുള്ള ആക്രമണത്തിനുള്ള സമയം ലഭിക്കുന്നൊരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് അതുപോലും രാഷ്ട്രീയപരമായ ഒരു ആക്രമണം പോലും നടത്താൻ കഴിയാത്ത തരത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാവുന്ന കാഴ്ചയാണ്. ഇനി ഈ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ അതിരൂക്ഷമായ പ്രതിപക്ഷത്തെ ഏരിയയെ സംബന്ധിച്ചിടത്തോളം UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കൾക്ക് പോലും മാന്യമായി ഈ പല വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല. വലിയ തരത്തിലുള്ള ആക്രമണമായിരിക്കും സ്വാഭാവികമായി ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ അത് ഇനി കൂടുതൽ വെളിപ്പെടുത്തലുണ്ടാവുകയോ കൂടുതൽ പേർ മൊഴിയുമായി രംഗത്ത് വരികയും, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ഒരു വിവാദ വ്യവസായി, ഈ അദ്ദേഹത്തിന് അടുത്ത ബന്ധമുള്ള വ്യവസായി തന്നെ ഇതിന് നേരിട്ട് ബന്ധപ്പെട്ടുവെന്നും അദ്ദേഹം ഈ കാര്യത്തിൽ ഭീഷണിപ്പെടുത്തിയെന്ന് വിവരങ്ങൾ വരുന്നു. ഒപ്പം തന്നെ ഈ ക്രൈംബ്രാഞ്ച് നൽകിയ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ജീന എന്ന് പറയുന്ന ഒരാൾ നൽകിയ, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ നേതാവ് നൽകിയ പരാതി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അബിൻ വർഗീയുമാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ്. അങ്ങനെ ഈ കോൺഗ്രസ് മറുപടി പറയേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ പരാതി സംബന്ധിച്ച് 3.5 വർഷം മുമ്പ് തന്നെ ഈ യുവനടി റിനി പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിരുന്നു. മറ്റു ചില പരാതികൾ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൻ്റെ നേതാക്കളുടെ മക്കൾക്ക് ഇതിന് ദുരനുഭവമുണ്ടായി. 9ഓളം പരാതികളാണ് AICCയുടെ മുന്നിലുള്ളത്. ഇതൊക്കെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷൻ നേരത്തെ അറിഞ്ഞില്ലേ എന്ന ചോദ്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് സ്ത്രീ വിഷയങ്ങളിൽ പല കാര്യങ്ങളും പരസ്യമായി പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്വന്തം പാർട്ടിയുടെ ഈ പവർ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി പ്രതിപക്ഷ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രകാലം എന്താണ് സംരക്ഷിച്ചത് എന്ന ചോദ്യം വരുന്നു. മറുഭാഗത്ത് സൈബർ ഗ്രൂപ്പുകളിൽ ഈ റിനിയുടെ പരാതി പുറത്തു വരുന്നതിന് ഉത്തരവാദി വി ഡി സതീശനാണെന്ന തരത്തിലുള്ള വിമർശനം. അങ്ങനെ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, സർക്കാരിൻ്റെ ഈ പറഞ്ഞ നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങൾ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങൾ, ഭരണപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് കൂടി മറുപടി പറയാൻ പറ്റാത്ത പ്രതിരോധത്തിലാവുന്ന ഒരു പ്രതിപക്ഷത്തെയായിരിക്കും സ്വാഭാവികമായി നിയമസഭാ സമ്മേളനത്തിൽ കാണുക. അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കണമോ വേണമോ, ഏത് ബ്ലോക്ക്, പല നേതാക്കളും പറഞ്ഞു UDFിൻ്റെ ബ്ലോക്കിലല്ല ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ, അത് ഇതുവരെ നിശ്ചയിക്കാൻ കോൺഗ്രസിനാകുന്നില്ല. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസും UDFും അനുഭവിക്കുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു നൃപനാണ് തിരുവനന്തപുരത്ത് ഇനി സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന പടുകുഴിയുടെ ആഴങ്ങളെക്കുറിച്ചാണ് നൃപൻ സംസാരിച്ചത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് എത്തി നിൽക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ ഇപ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപമെന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ. ഇത് പറയുന്നത് നമ്മളല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ സൈബർ അണികളാണ്. ആ സൈബർ അണികളെ പാലുകൊടുത്ത് വളർത്തിയതാരാണ്? ഇതേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതായത് ഒരു കാലത്ത് പ്രതിപക്ഷ നേതാവ് വിതച്ചത് ഇന്ന് നിന്നു കൊയ്യുകയാണ് സതീശൻ എന്ന് മാത്രമേ നമുക്കതിൽ പറയാൻ പറ്റുന്നുള്ളൂ. ഏതായാലും കേസ് മുന്നോട്ട് പോകുന്നു, നിയമസഭാ സമ്മേളനം തുടങ്ങാൻ വേണ്ടി പോകുന്നു. സാധാരണഗതിയിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയാണ് പ്രതിപക്ഷം ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ സർക്കാർ വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നു. പകരം പ്രതിപക്ഷം എങ്ങോട്ടെന്നറിയത്തില്ലാത്ത അവസ്ഥയിൽ പ്രതിസന്ധിയിൽ ആഴ്ന്നു നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു. വിവരങ്ങളാണ് നൃപൻ നൽകിയത്.